ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വികട തെയോഫിലോസ് തിരുമേനിയുടെ പുതിയ ഒരു തള്ളൽ സോഷ്യൽ മീഡിയയിൽ കേൾക്കാനിടയായി. തിരുമേനി താങ്കൾ ജനിച്ചതും മാമോദീസ സ്വീകരിച്ചതും വളർന്നതും 1974 വരെ ജീവിച്ചതും മലങ്കര ഓർത്തഡോക്സ് സഭയിൽ തന്നെയല്ലേ? അന്നുവരെ താങ്കൾ ഓർത്തഡോക്സ് വിശ്വാസിയായിരുന്നു. 1974 മുതൽ 2002 വരെ തിരുമേനി തന്നെ പറഞ്ഞ ആധുനിക യാക്കോബായ സഭയുടെ ശില്പി ആധുനിക ഇന്ത്യൻ യാക്കോബ് ബുർദനയുടെ യാക്കോബായ വിശ്വാസത്തിലായി. ആ പുതിയ വിശ്വാസം നിലനിർത്താൻ ശ്രേഷ്ഠ ബാവ പൂർവ്വ വിശ്വാസത്തിന് നിലകൊണ്ട് ത്യാഗം സഹിച്ച കടമറ്റം ഓനാൻ കുഞ്ഞിനെ ശ്രേഷ്ഠ ബാവയുടെ പുതിയ യാക്കോബായ ഗുണ്ടകൾ എറിഞ്ഞു കൊന്നത് തിരുമേനി മറന്നോ? പൂർവിക വിശ്വാസം നിലനിർത്താൻ ശ്രമിച്ച പെരുമ്പാവൂർ കുര്യാക്കോസ് ചേട്ടനെ തിരുമേനിയുടെ ആൾക്കാർ മുത്തുക്കുടയുടെ കാലിന് അടിച്ചു കൊന്ന് വിശ്വാസം സംരക്ഷിക്കാൻ പോയത് മറന്നോ? പൂർവിക വിശ്വാസം നിലനിർത്താൻ ശ്രമിച്ച വർഗീസ് ചേട്ടനെ പെരുമ്പാവൂരിൽ വെട്ടിക്കൊന്നത് തിരുമേനി മറന്നോ? തിരുമേനി വൃദ്ധമാതാവിന്റെ മൃതദേഹം തടഞ്ഞ് ആദ്യം അപമാനിച്ചതും മൃതദേഹം വൈദികരെ കൂടാതെ മാതാവിനെ അടക്കേണ്ടി വന്നത് 1975 പുതുപ്പള്ളി പള്ളിയിലാണ്. അന്ന് മൃതദേഹം അപമാനം തുടങ്ങി വെച്ച പാത്രിയാർക്കീസ് വിഭാഗം വൈദികനെ പാത്രിയാർക്കീസ് ബാവ വിശ്വാസ യോദ്ധാവ് അവാർഡ് നൽകി ആദരിച്ചു. പിന്നീട് വെണ്ടറപ്പള്ളി അച്ഛന്റെ മൃതദേഹം വലിച്ചെറിഞ്ഞത് തിരുമേനിയുടെ പുതിയ വിശ്വാസം നിലനിർത്താനല്ലേ? കോതമംഗലത്ത് തോമസ് പോളിന്റെ മാതാപിതാക്കളുടെ മൃതദേഹം തടഞ്ഞ് അപമാനിച്ചതൊക്കെ ഏത് വിശ്വാസത്തിലാണ് തിരുമേനി മാതാവിന്റെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ കൊടുത്തു. അപ്പോൾ തിമോത്തിയോസ് തിരുമേനിയുടെ ബന്ധുവിന്റെ മൃതദേഹം മറ്റൊരു പള്ളിയിൽ അടക്കി. എന്താ തിരുമേനി, അങ്ങയുടെ സഭയിൽ മൃതദേഹങ്ങൾക്ക് രണ്ടു നീതിയോ? ചുമ്മാതെ തള്ളി മറക്കല്ലേ തിരുമേനി. കപ്പിയാര് പോലുമില്ലാത്ത തോമാസ് ലീഹയുടെ മുളന്തുരുത്തി പള്ളിയിൽ തിരുമേനിയെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് കൊച്ചി ഗ്രിഗോറിയോസ് സ്വന്തം ബിജുമോൻ എസ്പിയോട് കൽപ്പിക്കുന്ന വീഡിയോ അങ്ങ് കണ്ടിട്ടുണ്ടോ തിരുമേനി? ഇല്ലെങ്കിൽ കാണണം. ക്രിസ്തീയത തള്ളിമറിച്ചുള്ള കള്ളക്കഥകൾ, സഹോദരങ്ങളെ തമ്മിലടുപ്പിക്കൽ. കൊള്ളാം തിരുമേനി, കൊള്ളാം.